നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാനി, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. NF വർഗീസ് എന്ന മലയാളി സിനിമാ നടൻ്റെ 22ാമത് ചരമവാർഷിക ദിനമാണ്. അതുപോലെ സിനത്ത് അമൻ്റെ 73ാമത് ജന്മദിനം കൂടി. ഇത് മാത്രമല്ല, നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, എടപ്പള്ളി രാഘവപിള്ള, വൈലോപ്പിള്ളി ശ്രീധരൻ, അങ്ങനെ പിള്ളെ പ്രശസ്തരായ എഴുത്തുകാരൊക്കെ ഉണ്ടായിരുന്നില്ല. ഈ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 10ാം തരം പഠിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകം പാഠ്യപദ്ധതിയിലുണ്ടായിരുന്നു. ഇൻ്റർമീഡിയറ്റ്, അന്ന് ഇൻ്റർമീഡിയറ്റാണ്. അത് കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി, പിന്നെ +2 ഒക്കെ ആയത്. ഒരു കാര്യം ആലോചിക്കുക, അപ്പോൾ നമ്മൾ MAക്ക്, ഇപ്പോൾ സാധാരണ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി പിന്നെ MA ആണല്ലോ. MAക്ക് പഠിച്ചുകൊണ്ടിരിക്കാൽ നമ്മൾ എഴുതിയൊരു പുസ്തകം നഴ്സറി ക്ലാസ്സിൽ പാഠ്യപദ്ധതിയിൽ വന്നിരുത്താൻ നമുക്ക് എന്തൊരു അഭിമാനമായിരിക്കും. നമ്മൾക്ക് വളരെ താഴെയാണ് ആ ക്ലാസ് നഴ്സറി, നമ്മൾ വളരെ ഉയർന്ന വിദ്യാഭ്യാസമാണ് MA എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പഠിക്കുന്നത് 10ലാണെങ്കിൽ അതിനേക്കാൾ ഉയരത്തിലാണ്, തൊട്ട് ഉയരത്തിലുള്ളതാണ് ഇൻ്റർമീഡിയറ്റ്. അവിടെ സിലബസ് ഉണ്ടായെന്ന് പറയുമ്പോൾ അഭിമാനിക്കുന്ന വകയുണ്ടായി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇപ്പോഴ് ജസ്സ അൻവർ എന്ന ഒരു പെൺകുട്ടി 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എഴുതിയ ഒരു യാത്രാ വിവരണവും ഒരു കവിതയും 5ാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ചങ്ങമ്പുഴ 10ൽ പഠിക്കുമ്പോൾ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ 11 എന്ന് പറയും, ഇപ്പോഴത്തെ 11 പറയും. 11ലായിരുന്നെങ്കിൽ ഇത് 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും 5ാം ക്ലാസ്സിലെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ കഴിവ് തന്നെയാണ്, അതിന് നമ്മൾ അംഗീകരിച്ചെത്തിയത്. അതുപോലെ വാഗൺ ട്രാജഡി 104 വർഷമായി അതിൻ്റെ സംഭവം കഴിഞ്ഞിട്ടുണ്ട്. അത് ജാലിയൻവാല ബാഗ് കൊലക്കേസ്, പിന്നത്തെ ജാലിയൻവാല ബാഗിൽ ഉണ്ടല്ലോ, അതിനെ പോലെ അതിന് നേരിട്ട് വെടിവെച്ച് കൊല്ലായിരുന്നു. അവിടെ പ്രശ്നം തീർന്നു. ഇത് കൊല്ലാതെ 10-100 പേരെ മറ്റോ ഒരു വാഗനിൽ കയറ്റി ഏറ് കിട്ടാതെ കടിച്ച് പറിച്ച് മരിച്ച് ചാളി അടിക്കിയതുപോലെ കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ആ സംഭവത്തിൻ്റെ 104ാമത് വർഷമാണ്. അത് വാസ്തവത്തിൽ ട്രാജഡി എന്നല്ല, കൂട്ടക്കൊലയേക്കാൾ കഷ്ടമല്ലേ. ആ സംഭവം കഴിഞ്ഞു പോയി. അത് സ്വാതന്ത്ര്യ സമയത്ത് സേനാനികളാണ്, അതാണ് മലബാർ ലഹള എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് വർഗീയ ലഹളയായിട്ടൊക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ട് ആവശ്യം നിൽക്കട്ടെ. ഇവിടെ മറ്റൊരു കാര്യം, ഇസ്രായേൽ അനുകൂലികൾ പിന്നെ ഗസയിലെ അല്ലെങ്കിൽ ഹമാസിനെ രാജ്യദ്രോഹികൾ, സാമൂഹ്യദ്രോഹികൾ, വർഗീയവാദികൾ, തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഹമാസിനെ വിപ്ലവ പ്രതിനിധികൾ എന്നുള്ള രീതിയിലാണ്, വിപ്ലവ പ്രതിരോധ സംഘടന എന്നുള്ള രീതിയിലാണ് അവിടെ അമേരിക്ക യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വ്യത്യാസമൊക്കെ ഇന്നത്തെ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പറയുമ്പോൾ ഇസ്രായേൽ കാരണം കൊണ്ട് ലെബനോൺ, ഗസ, ഇറാൻ എല്ലാം തീർന്ന് തരിപ്പടായെന്നാണ്. പക്ഷെ ഇന്ന് പല പത്രങ്ങളും പറയുന്നത് ഇസ്രായേലാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടേ അതൊക്കെ ഓരോരുത്തർ സാധ്യതകളാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഗതി. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം പറയാം, അത് ഒരു ഭരിത ഹാസ്യ സാമ്രാട്ട്, ഒരു ദളിത് നേതാവുണ്ട് കാദിയിൽ എന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്. ഇനി കേരളത്തിൽ ഹിന്ദു ഉണ്ടാവില്ല, മുസ്ലിം ഉണ്ടാവും, ക്രിസ്ത്യാനി ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാകുന്നത്? ഹിന്ദുസ്ഥാൻ, ക്രിസ്ത്യനിലെ സ്ഥനും ഹിന്ദുവിലെ ഹിന്ദുസ്ഥാൻ, അത് ലോപിച്ച് ഹിന്ദുസ്ഥാൻ, ഹിന്ദുവിൻ്റെ പുത്രൻ എന്നാവും. പറയാൻ കാരണം കീർത്തി സുരേഷിൻ്റെ കല്യാണം കഴിച്ചത് ഇപ്പോൾ ആൻ്റണി
ഒരാളാണ് കല്യാണം കഴിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപിടി വിവാഹങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ പരസ്പരം നടക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിവാഹം നടക്കുന്നത് മാത്രമല്ല, ജയശങ്കറിൻ്റെ ഭാഷ കടമെടുത്താൽ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ ഒരു സഹകരണവും ഒരു ലയനം അല്ലെങ്കിൽ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്ക് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെയൊക്കെ മെയിൻ കാരണക്കാർ ക്രിസ്തംഗികളും സംഘികളും പിന്നെ മുസ്ലിങ്ങളും ഒക്കെ അതിനൊക്കെ കാണും. ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്നവർ, അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ, ഇവിടെ സവർണർക്ക് വേണ്ടി വാദിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഒരു സംഭവം പറയുകയാണ്, അടുത്ത ഭാവിയിൽ കേരളത്തിലെങ്കിലും ഹിന്ദു ഇനി ഉണ്ടാവില്ല, ക്രിസ്ത്യൻ ഉണ്ടാവില്ല, ഉണ്ടാകുന്നത് ഹിന്ദുസൻസ് എന്നുള്ളൊരു വിഭാഗമായി മാറാൻ സാധ്യതയുണ്ടെന്ന് ദീർഘവീക്ഷമുള്ള ചില ഹാസ്യസാമായിട്ട് പറയുന്നു. സത്യമാകട്ടെ ശരിയാകട്ടെ, അങ്ങനൊരു ധ്രുവീകരണം നടക്കുന്നത് സത്യമാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു ഈ 2 ഇലക്ഷനിലും രണ്ടിലും LDF ജയിക്കും. പിന്നെ വയനാടിനെ കുറിച്ച് പറയേണ്ടത് ഇന്നത്തെ അവസ്ഥ നോക്കും. ഇന്ന് പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷയ്ക്ക് വളരെ വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു മനഃശാസ്ത്രജ്ഞർ പറയുന്നത് RSSൻ്റെ സജീവമല്ല രഹസ്യമായിട്ട് നടത്തിയ പ്രചരണം, ആ പ്രചരണത്തിൽ പ്രധാന വോട്ടർമാരെടുത്ത് പറഞ്ഞത് ഇങ്ങനെ സംഘപരിവാർ ഇവിടെ ജയിക്കില്ല, LDF സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കണം, അത് നമ്മുടെ ഇപ്പോൾ ആവശ്യമാണെന്നുള്ള പ്രചരണം നടത്തിയെന്നും അത് ആൾക്കാർ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും എന്നൊക്കെ ഒരു റൂമർ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നവരുണ്ട്. അത് ശരിയോ തെറ്റോ അറിയാൻ 21-ാം തീയതി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യം ശ്രീധരസ്ഥാനിൽ പിടിച്ചത്ര വോട്ടോ അത്ര ശതമാനമൊന്നും ഇത്തവണ BJPക്കാർ കിട്ടില്ല എന്നുള്ളത് സത്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ജാർഖണ്ഡിലേക്ക്. അതെല്ലാം അവിടെയെല്ലാം വോട്ടിംഗ് മെഷീൻ അക്രമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ന് 2 കോടി രൂപയായിട്ട് ഹോട്ടലിൽ വിതരണം ചെയ്തു BJPയുടെ നേതാവ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ പുറകിലും കളികൾ ഉണ്ടെന്നാണ് ചില ആൾക്കാർ രേഖപ്പെടുത്തത്. അതൊക്കെ എന്താണെന്ന് നമുക്ക് 21-ാം തീയതി അറിയാം. അതെല്ലാം പോട്ടെ. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതാണ് നമ്മൾ പ്രത്യേകമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെയും സച്ചിൻ പൈലറ്റിനെയും ചില പ്രധാന ചുമതലകൾ ഏൽപ്പിച്ചു. സച്ചിൻ പൈലറ്റ് ഏൽപ്പിച്ചു, പ്രിയങ്ക ഗാന്ധി ഏൽപ്പിച്ചു. അതെല്ലാം ഏൽപ്പിക്കട്ടെ. പ്രിയങ്ക ഗാന്ധി മോശമല്ല, നേതാവ് തന്നെയാണ്. സച്ചിൻ പൈലറ്റ് മോശമല്ല. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ജനസംഖ്യാനുപാതികമായ സംവരണവും അതിന് ഇലക്ഷനൊക്കെ വേണമെന്ന് ചിന്തിക്കുമ്പോൾ ഒരാൾക്ക് ഒരു വോട്ടുള്ളെങ്കിൽ, ഞാൻ വീണ്ടും കോൺഗ്രസ്സായി ചോദിക്കുന്നത്, 10% യാദവർ അല്ലെങ്കിൽ യദുകുലം, പഴയ ശ്രീകൃഷ്ണൻ്റെ കുലങ്ങളുടെ യദുകുലം, ആ യാദവർക്ക് അറിയപ്പെടുന്ന ഒരു നേതാവ് നിങ്ങൾ പേര് നിർത്താൻ പറ്റിയിട്ടുണ്ടോ? അത് നിങ്ങൾ മൂലായത്തിൽ ലാലുവിനെ കൊടുത്ത് മാറി നിൽക്കല്ലേ? കേരളത്തിൽ മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ആ സമുദായത്തെ മാറ്റി നിർത്താണ്. അതുപോലെ യാദവർ മുലായത്തിനെ ലാലുവിനെ ഏൽപ്പിച്ചു. ലാലു മരിച്ചുവെങ്കിൽ മുലായ മരിച്ചുവെങ്കിൽ മുലായത് മകൻ ഏൽക്കാണ്. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രമീമാംസേൻ്റെ ചിന്ത. അതുപോലെ 20% അല്ലെങ്കിൽ 30 കോടിയുള്ള മുസ്ലിങ്ങൾ ബ്ലോക്ക് വോട്ട് ചെയ്യുന്നത് ആർക്കാണ്? കോൺഗ്രസ്സാണ്. അതിനുവേണ്ടി മുസ്ലിം സമുദായം BJPയുടെ മുമ്പിലും ക്രിസ്ത്യങ്ങളുടെ മുമ്പിലൊക്കെ നാണം കെട്ട് മാത്രം പേരുദോഷം കേട്ടിട്ട് പോവാണ്. എന്നിട്ടും ഈ വിഭാഗത്തിൽ ഇപ്പം നമ്മൾ പ്രിയങ്കയെ വെച്ച് സച്ചിനെ വെച്ച് ജനസംഖ്യാനുപാതി നോക്കിയാൽ പ്രിയങ്കയുടെ ആൾ എത്രയുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, സച്ചിൻ്റെ എത്രയുണ്ട്? അതുകൊണ്ട് 20% ഉണ്ടല്ലോ മുസ്ലിങ്ങൾ, 30 കോടിയില്ലേ? അതിൽ ഒരാൾ അറിയപ്പെടുന്ന ഒരാൾ ഈ കേരളത്തിലോ മറ്റ് സ്റ്റേറ്റുകളിൽ നിങ്ങൾ വെച്ചിട്ടുണ്ടോ? വഹിക്കുന്നുണ്ടോ? ഇന്നലെ പറഞ്ഞിട്ട് ബാക്കിയാണ്. ഈ നിലക്ക് വന്ന് ജയശങ്കർ വക്കീൽ പറഞ്ഞേ, പുള്ളി പറഞ്ഞ് സംഘപരിഭാവിയാണ്, ഓക്കെ. എങ്കിലും ഈ നിലക്ക് പോവുകയാണെങ്കിൽ 2026 LDF വരും എന്ന് തന്നെ പുള്ളി പറഞ്ഞു. പുള്ളി പറഞ്ഞാൽ പിണറായി വിജയൻ വരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു പിണറായി വിജയൻ അല്ല, വേറൊരു LDF അങ്ങനെ സാധ്യത എന്നുള്ളതാണ്. ഇതൊക്കെ കണക്കുകൂട്ടലാണ്, വെറുതെ ഒന്നല്ല. അത് പുള്ളി പറഞ്ഞ പോയിന്റ് മുനമ്പം വിഷയമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വഖഫ് വിഷയത്തെക്കുറിച്ച് ഈ ക്രിസ്സംഖ്യകളും സഭാ നേതൃത്വവും
എത്ര വികലമായ രീതിയിലാണ് ഇത് വ്യാഖ്യാനിക്കുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെ. എന്താണ് വഖഫ് നിയമം, വഖഫ് ബോർഡ്, വഖഫ് ട്രിബ്യൂണൽ? ഇതറിയാതെ വെറുതെ നുണ പറഞ്ഞ്, അത് ബീവൽസ് പറഞ്ഞില്ലേ, 1000 നുണ ഒരു നുണ 1000 പ്രാവശ്യം പറഞ്ഞാൽ ശരിയാകും എന്ന് പറയുമ്പോൾ ആയിരക്കണക്കിന് പ്രാവശ്യം ഇല്ലാത്ത കാര്യം യാതൊരു ബന്ധമില്ല. അങ്ങനെ ഞാൻ കാണുന്ന ഭൂമി വഖഫ് അല്ലെന്ന്. വഖഫ് ചെയ്യണമെങ്കിൽ ആ ഭൂമിക്ക് ഒരു ന്യൂനത ഉണ്ടാകാൻ പാടില്ല. ഇന്നിപ്പോൾ INL നേതാവ് അബ്ദുൽ അസീസ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം നാഷണൽ സെക്യൂരിറ്റി കോൺഫറൻസ് NSC ഉണ്ടായിരുന്നു. അന്ന് ഞാനും ഉണ്ടായിരുന്നാലും INL ഞാൻ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് പത്രസമ്മേളനം ഉണ്ടായി. കാര്യകാരണ സഹിതം രേഖ കാണിച്ചാണ്. അതായത് 112 പേരും മറ്റാണ് അവിടെ സാധാരണക്കാർ താമസമുള്ളൂ. ബാക്കിയുള്ള റിസോർട്ടുകളാണ്, വലിയ വലിയ സ്ഥാപനങ്ങളാണ്. അത് ലോക പ്രശസ്തമായ ഒരു ഇൻ്റർനാഷണൽ ഹോട്ടൽ വരെയുണ്ട്. 50,000 ലക്ഷമൊക്കെ വാടകയുള്ളേ. അദ്ദേഹം പറഞ്ഞ് വേറൊരു കാര്യമുണ്ട്. ഇതിൽ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് സതീശൻ, മുസ്ലിം കുഞ്ഞാക്കൊക്കെ തങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞവർക്ക് എത്ര താല്പര്യമാണ്. എന്തെൻ്റെ വിഷയം? വഖഫ് ചെയ്ത വസ്തുവാണെങ്കിൽ അത് വിട്ടുകൊടുക്കാൻ പറയാൻ കുഞ്ഞാക്കൊക്കെ സതീശനോ അല്ലെങ്കിൽ ആരവകാശം കൊടുത്തു? അത് കോടതി തീരുമാനിക്കണ്ടേ? അവിടെ സാമൂഹ്യ നീതി നടപ്പിലാക്കണമെന്ന് ആർക്കും പറയാം, അത് തെറ്റില്ല. അതാണ് വേണ്ടത്, സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. അതെന്താണെന്ന് കോടതിയിൽ ഭരണകൂടം തീരുമാനിക്കട്ടെ. അല്ല നമ്മളെന്തൊക്കെ ഭൂമി അല്ലെന്ന് പറയും. സതീശൻ്റെ അവകാശം, കുഞ്ഞാക്കും തങ്ങൾക്കും അവകാശം പറഞ്ഞു വരുമ്പോൾ ഈ കുഞ്ഞാക്കും തങ്ങൾക്കും ഈ സതീശനൊക്കെ അവിടുത്തെ റിസോർട്ട് മാഫിയകളെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റ് വില വെച്ച് 50,000 കോടി രൂപയാണ് ഈ 500 ഏക്കർ. 500 ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഏക്കർ 50,000 കോടി രൂപ. 1, 2, 10 കോടിയില്ല. കേരളത്തിൽ ഒരു കൊല്ലത്തെ ബഡ്ജറ്റ് എത്രയെന്ന് നോക്കുമ്പോൾ നമ്മൾ ഈ 50,000 കോടി വില അറിയുന്നത്. അതിൻ്റെ കളിയാണ്. 10% പോലും ഈ സംഘപരിവാറും ക്രിസംഖിയും ഈ സഭയൊക്കെ പറയുന്ന വഞ്ചന ഉണ്ടല്ലോ. 10% പേര് പോലും ഇവിടെ സാധാരണ മീൻപിടുത്തക്കാരുടെ ഇല്ല. ബാക്കി 90% ഇരിക്കുന്ന കയ്യേറി ഈ സ്ഥലത്താണ്. അത് മണിമാളികകൾ, കോടികൾ വില ബിൽഡിങ്. വഖഫ് ചെയ്ത സ്ഥലത്ത് ഈ കോടികൾ കയ്യേറിയിട്ട് അത് വിട്ടുകൊടുക്കാൻ പറയുന്ന എന്ത് ന്യായമാണ്? അവരാണ് ഇതിനുവേണ്ടി കോടികൾ മുടക്കുന്നത്. അന്ന് PC ചാക്കോ അവിടെ PC തോമസിൻ്റെയൊക്കെ അച്ഛനാണല്ലോ PT ചാക്കോ ആ കാലഘട്ടത്തിൽ 60 കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ റിപ്പോർട്ടൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കോൺഗ്രസ് നേതാവ് PC പോൾ, അദ്ദേഹമാണ് അന്നത്തെ ഫറൂഖ് കോളേജിൻ്റെ നോമിനേറ്റ് അല്ലെങ്കിൽ അതോറിറ്റി അല്ലെങ്കിൽ എന്താണ് ഇത് കൊടുത്തു, അല്ല പവർ ഓഫ് അറ്റോർണി കൊടുത്ത് വന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പാണ് ഈ സഭയ്ക്കും സഭയുടെ ആൾക്കാർക്കും അദ്ദേഹത്തിൻ്റെ ആൾക്കാർക്കും മക്കൾക്കും. അത് 6 സ്ഥാനമായിട്ട് അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം മരിച്ചുപോയി, ഈ കഴിഞ്ഞ കൊറോണയിൽ മരിച്ചുപോയി. ഇതാണ് 6 സ്ഥാപനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ട്. പിന്നെ പല സഭയിൽ നിന്നല്ല അവിടുന്ന് കൊടുന്ന് കയ്യേറി പുറമ്പ് പോലെ കയ്യേറി കൊടുത്താണ്. എന്നിട്ട് അത് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമുദായ ധ്രുവീകരണം ഉണ്ടാക്കി സമുദായ ലേളിട്ടൊക്കെയാണ്. ഇതൊരു ബാർബിൻ മനുഷ്യന് മറ്റൊരു ബാർബിൻ ജനസംഘടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് സുപ്രീം കോടതി ചോദിക്കുമ്പോൾ ജനസംഘടിച്ചാൽ കോടതിക്ക് ഇടപെടാൻ പറ്റുമോ? അതേ അവസ്ഥയാണ്. 10% പോലും ഇതൊന്നും മിണ്ടാതിരിക്കുക എന്ന് വെച്ചാൽ എങ്ങനെ മിണ്ടായിരിക്കും? 10% പോലും അവിടെ സാധാരണക്കാരില്ല. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. 1950 മുൻപ് അവിടെ ആരെങ്കിലും കൈവശം ഉണ്ടായിരുന്നെങ്കിൽ അതൊരു നിയമമുണ്ട്. ഇവിടെ കുടിയെടുപ്പ് അവകാശം സിറ്റികളിൽ 3 സെൻറ്റ്, മുനിസിപ്പാലിറ്റിയിൽ 5 സെൻറ്റ്, ഗ്രാമങ്ങളിൽ 10 സെൻറ്റ്. അത് നിയമമുണ്ട് ഇവിടെ. ആ നിയമം വെച്ചാൽ അവർക്കത് കൊടുക്കണം. പിന്നെ ഭൂമി യഥാർത്ഥ തീറ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഭൂമിക്ക് എന്തെങ്കിലും അപാധ ഉണ്ടെങ്കിൽ ആ തീറ് കൊടുത്തവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുന്ന നിയമമുണ്ട് ഇവിടെ. ഈ കുഞ്ഞാക്കയും തങ്ങളും ഈ കോൺഗ്രസിലെ നേതാക്കളൊക്കെ ചേർന്ന് CPM ഉണ്ടായിരുന്നു ചെയ്യാനല്ലോ. ഇതെല്ലാം ഈ റിസോർട്ട് ഉടമകൾക്ക് കൊടുക്കണം. 50,000 കോടി രൂപയുള്ള സാധനം അന്യാധീനപ്പെട്ടും ഈ സമുദായം ഗോപി വരക്കണം. അതേതിലും പറ്റില്ലെന്ന് തീരുമാനിച്ചു വരും. അതാണ് സമസ്ത പറഞ്ഞും AP സോണിയും
നമ്മൾ ആരും എതിർക്കാനില്ല. സമസ്തയും AP സുന്നിയൊക്കെ പറയുന്നതിന് ആരും എതിർക്കാനില്ല. ഞങ്ങൾ പറഞ്ഞാൽ അവരും പറയുന്നത് എന്താ പറയുക, 1950 മുൻപ് അവിടെ കൈവശം ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുടിയെടുപ്പ് അവകാശം വരും. അതിനവർക്ക് ഇത്ര സ്ഥലം വേണമെന്നൊക്കെ നിയമമുണ്ട്. അല്ല, ആധാരം ചെയ്ത് വാങ്ങിയിട്ട് യഥാർത്ഥ ആധാരം ഉണ്ടെങ്കിൽ അതിന് ആദായത്തിൻ്റെ പോരായ്മ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥയാണ് ഈ വിറ്റയാൾ. അപ്പം ഭൂമി വാങ്ങിക്കുമ്പോൾ ആധാരം ശരിയാണെന്നൊക്കെ അന്വേഷിക്കേണ്ട ബാധ്യത വാങ്ങുന്നവനുണ്ട്, വിൽക്കുന്നതിന് മാത്രമല്ല. നമ്മൾ വണ്ടി ഓടിച്ച് പോകണം, വണ്ടി തെറ്റിപ്പോയി പോലീസ് പിടിക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്ന് പറയുന്നത് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടാനുള്ള കാരണം അല്ലത് സുപ്രീം കോടതി വരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ആധാരം നടത്തിയിട്ടുണ്ടെങ്കിൽ, ആധാരം തെറ്റുണ്ടെങ്കിൽ ആധാരം ചെയ്ത വ്യക്തികളോ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ അവർക്ക് ഭൂസ്വത്വത്തിന് ഉത്തരവാദിയാണ്, അത് കൊടുക്കണം. അല്ലാതെ കൈവശപ്പെടുത്തിയ കോടാനുകോടി വിലയുള്ള വസ്തുക്കൾ ഈ സഭ 10 ആൾ വന്ന്, അല്ലെങ്കിൽ സംഘപരിവാർ 100 ആൾ വന്ന്, അല്ലെങ്കിൽ SNDPയുടെ 10 ആൾ വന്ന്, ഇവർക്ക് എന്ത് ന്യായമാണ് ഈ പറഞ്ഞത്? ഇതും ഈ പാർലമെന്റിൽ പറഞ്ഞ വഖഫ് നിയമം എന്ത് ബന്ധം? അപ്പം ഇത്ര വിരോധാഭാസമാണ്. ആർക്കും കൊട്ടാവുന്നതാണ് ഈ ഒരു സമുദായം. ഇന്ത്യയിൽ 20 കോടി അല്ലെങ്കിൽ 20% വരുന്ന ഈ സമുദായം, അല്ലെങ്കിൽ കേരളത്തിൽ 40% വരുന്ന ഈ സമുദായത്തിന് ആർക്കും കെട്ടാം, എന്തിനും വിട്ടുവെച്ചുക. ലീഗ് എന്ന് പറഞ്ഞാൽ അവർ വിധേയരാണ്, വിധേയത്വം എന്ന് പറയും. ഒരു സമരം ചെയ്ത ഒരു കാര്യം നേടിയിട്ടില്ല. ഈ സമുദായത്തെ പണയപ്പെടുത്തി കോൺഗ്രസ് കൂടെ നിന്ന് ചില ആനുകൂല്യം പറ്റി. നേരത്തെ കണ്ട് കമ്മ്യൂണിസ്റ്റ് കൂടെ നിന്ന് സ്വീകരിച്ചുള്ള കാലത്ത് കുറച്ച് ഇല്ലാതെ അവർ ഒരു സമരം ചെയ്ത് ഒന്നും നേടിയില്ല. ഈ വിട്ടുവീഴ്ചയിലാണ്. എന്ത് വിഷയം വന്നാലും അല്ലെങ്കിൽ ഗൾഫിൽ കുറേ ആൾക്കാർ പണിയെടുത്ത് കാശുണ്ടാക്കുന്നുണ്ട്, അത് കൊടുത്ത് പ്രശ്നം തീർക്കും. അതറിയണോ? മലപ്പുറം ജില്ലയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക്, മഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് എന്തുകൊണ്ട് 10 ലക്ഷം 1 കോടി ആയിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് തങ്ങളുടെ അടുത്തേക്കാണ് ലിസ്റ്റായിട്ട് അന്നത്തെ DM പോയെന്ന് പറഞ്ഞത്. അത് സർക്കാർ കൊടുക്കാണ്. അത് തങ്ങളുടെ ചിലപ്പോൾ പിരിവുണ്ടായിക്കൂടും, തങ്ങൾ പിരിക്കുമല്ലോ. വന്യജാതിക്കാരൊക്കെ തങ്ങളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തങ്ങൾ പിരിച്ച് അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കും, ലക്ഷം കോടികൾ കൊടുക്കും. എങ്ങനെയാണ് ഈ പാവപ്പെട്ട ഗൾഫിൽ പോയി പണിയെടുത്തുണ്ടാക്കി കാശുണ്ടത്? അതുകൊണ്ട് കാശ് കൊടുത്ത് പ്രശ്നം ഒഴിവാക്കാണ്. അതല്ല വിഷയം. ന്യായമായിട്ടാണെങ്കിൽ നമ്മൾ വിട്ടുവീഴ്ചയാലും ഒരു സംശയമില്ല. അന്യായമായിട്ടല്ലേ വിട്ടുവീഴ്ച ചെയ്യുന്നതിൻ്റെ ഭീരു എന്ന് പറഞ്ഞത്, ഭീരുക്കൾ എന്നാണ്. ഒക്കെ ചെയ്ത സ്വത്ത് രേഖാമൂലം ഉണ്ടല്ലോ, അതാണ് കാണിക്കുന്നത്. ഇപ്പോൾ അസീസും കാണിച്ച്, ഇന്നലെ സിദ്ദിഖ് സേട്ടും ദിവസം കാണിച്ച്. യഥാർത്ഥത്തിൽ ഓഫ് ചെയ്ത ആധാരമുണ്ട്, യഥാർത്ഥ ആധാരം. ആ ആധാരം ഉണ്ടെങ്കിൽ ആ ഭൂമി നിങ്ങൾ ഇപ്പോൾ ഉള്ളവർക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് മിണ്ട പൂച്ച പോലെ പേടിച്ച് ഭീരുവായിട്ട് വരാൻ ഈ തങ്ങൾക്കും കുഞ്ഞാക്കും സദാശിവനാണ്, സതീഷിനൊക്കെ ആര് കൊടുത്ത്? ഇത് സമുദായത്തെ സ്വത്താണ്, അത് ആർക്കും ഇടപെടാൻ പറ്റില്ല. കോടതി ഇടവില്ല, കോടതി നിയമം നോക്കുകയുള്ളൂ. ഫറൂഖ് കോളേജിൻ്റെ കുറേ കിങ്കരന്മാരും അശ്രദ്ധ കാണിച്ച് എന്തോ നക്കാപ്പിച്ച് വാങ്ങിച്ച് ഫോണിന് പവർ പറ്റുകൊണ്ട് കൊടുത്ത് വാങ്ങിച്ചിട്ട് അവർ പറഞ്ഞു പോയിരുന്നല്ലോ, ഫറൂഖിന്ന് ഇവിടെ വരാൻ പറ്റൂല, അന്ന് യാത്രാ സൗകര്യമില്ലാന്ന്. അതിന് 50, 500, 1000 വർഷം മുമ്പ് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. വീരേന്ദ്രൻ 60-ൽ വരാൻ പ്രയാസം. 60-ലെ ബസ് സർവീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. തീവണ്ടി സർവീസ് ഉണ്ടല്ലോ. തീവണ്ടി സർവീസ് ഇന്ത്യയിൽ വന്നത് 150 വർഷമായി, കേരളത്തിൽ 150 വർഷമായി. ഇത് ഫറൂഖിന്ന് എറണാകുളം നോർത്തിൽ അല്ലെങ്കിൽ എടപ്പള്ളിയിൽ ഒന്ന് ഇറങ്ങാൻ പ്രയാസമുണ്ടോ? അല്ലെങ്കിൽ മറ്റ് പറവൂരെടുത്ത് പോകുന്ന ആലുവിൽ ഇറങ്ങാൻ പ്രയാസമുണ്ടോ? അതൊന്നല്ല, ഒത്തുകൊണ്ട് അവർ കാര്യം നടത്താൻ വേണ്ടി കുറേ സൗകര്യം കിട്ടിയപ്പോഴേ ഒത്തുകൊണ്ട് കിട്ടുന്ന കാശ് വിറ്റാണത്. പടച്ചോനാണ് സത്യം. ഫറൂഖ് കോളേജിൽ അന്നത്തെ ആൾക്കാർ മരിച്ച് കബറിൽ കിടന്നാലും അതിൻ്റെ അവകാശികൾ സമാനം പറയണം, അവരും പറയണം. വിശ്വാസമുണ്ടെങ്കിൽ. വിശ്വാസമല്ലേ, കള്ള് ഷാപ്പിൽ കയറി കള്ള് കുടിച്ചിട്ട് അത് അർത്ഥമാണോ കൊത്താന്ന് നോക്കേണ്ട കാര്യമില്ല. അതുപോലെ വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും പാകില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ സമാനം പറയും. ഓക്കഫി സത്താണ്. ഈ 500-400 ഏക്കർ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കണ്ടീഷനിൽ 50,000 കോടി രൂപ വിലയുണ്ട്. ആ സാധനമാണ് അങ്ങോട്ട് വിട്ടുകൊടുക്കുക. റിസോർട്ട് പെണ്ണോടിക്കാൻ, വിഭജിക്കാൻ, കള്ള് വെച്ച് കൊടുത്തിട്ട് ബാറ് നടത്താൻ, ഹോട്ടൽ നടത്താൻ. ബാറ് ഹോട്ടലൊക്കെ പേരിട്ടതിൽ ഫോട്ടോ സഹിതം കാണിച്ചിട്ടുണ്ടെല്ലാം അബ്ദുൽ അസീസ് കാണിച്ചിട്ടുണ്ട്. അസീസ് കുറച്ചുകൂടി ചിന്തിക്കുന്ന ആളാണ്, ഇന്ത്യൻ നാഷണൽ ലീഗിലെ ആളാണെങ്കിൽ, ലീഗായിട്ട് ഏതാണല്ലോ. അപ്പോൾ എന്ത് നീതിയാണ്? സാമൂഹിക നീതി അതാണോ? അപ്പം അത് ദയവ് ചെയ്ത്
മുസ്ലിം ലീഗും ഒക്കെ ഇടപെടുമ്പോൾ നിങ്ങൾക്ക് ചില വ്യക്തി, നിങ്ങൾ ബിസിനസ്സുകാരാണ്, നിങ്ങളുടെ ബന്ധ വേറെ പോളിസൊന്നുമില്ല, ബിസിനസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. പുള്ളി എന്താ M.Tech പറ്റും, എന്താണ് B.Tech ഒക്കെ ആണല്ലോ, ബിസിനസ് മൈൻഡുള്ള കുഞ്ഞാക്ക പക്ക ബിസിനസ്സുകാരാണ്, ഒരു രാഷ്ട്രീയമായിട്ടൊരു ബന്ധമുള്ളതല്ല. ആ ബിസിനസ്സും സ്വന്തം, അത് ഇബ്രാഹിം കുഞ്ഞും ഇപ്പം സുഖം എടുക്കണം. ഇബ്രാഹിം കുഞ്ഞും കുഞ്ഞാക്കയൊക്കെ കൂടിയല്ലോ ഈ പാർട്ടിയെ, മുസ്ലിം സമുദായത്തെ ജാമ്യം നിർത്തി അവരുടെ ഗ്രൂപ്പിനെ വളർത്തുകയല്ലാതെ സമുദായത്തെ എന്ത് ചെയ്ത്? ഞാൻ ചോദിച്ചു, ഇത്ര വർഷം ആർഭാടമായിട്ട് കോടികൾ കൈകാര്യം ചെയ്തല്ലേ എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു പാർട്ടി ഓഫീസിട്ടാക്കാൻ സാധിച്ചോ? ഇത് ഇപ്പോൾ എപ്പോഴും പൊളിഞ്ഞാടാവുന്ന ഒരു ഓഫീസ് ഇപ്പോൾ താങ്ങ് കൊടുത്തേക്കാം. എന്നാൽ കഴിഞ്ഞ ദിവസം എപ്പോഴല്ലോ അവിടെ താങ്ങി നിർത്തിയേക്കാണ്, ജനലൊക്കെ അടിച്ചു കൂട്ടി, അത് പൊളിച്ചു പണിയാൻ വേണ്ടി കുറേ കാശും പിരിച്ചു. എൻ്റെ ലീഗുകാരെ ഇവിടെ BJPയും കേരള കോൺഗ്രസും മറ്റൊക്കെ എന്തുണ്ട് ഇവിടെ? അവർക്ക് എത്ര ലക്ഷങ്ങൾ കോടി മുടക്കിയ സ്ഥാപനങ്ങളുണ്ട് എറണാകുളത്ത് പോലും. നിങ്ങൾക്ക് എറണാകുളത്ത് ജില്ലയൊക്കെ വേണ്ട ഇബ്രാഹിമിനെ കുഞ്ഞാക്കൊക്കെ സാധിച്ചോ? ഒരു ചന്ദ്രിക നടത്തിക്കൊണ്ടിരുന്നല്ലോ നമ്മുടെ വൈലോപ്പിള്ളി ശ്രീമേൻ റോഡിൽ. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചറിയോ, അപ്പുറത്ത് ദേശാഭിമാനി, ഇപ്പുറത്ത് മാതൃഭൂമി, ഇപ്പോൾ ചന്ദ്രിക ജംഗ്ഷൻ, അത് ഞാൻ മനോരമ ജംഗ്ഷൻ, അങ്ങനെ പോകാൻ വേണ്ടി ചന്ദ്രിക ജംഗ്ഷൻ ഇടാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിരുന്ന സമയത്താണ് ആ കണ്ണായ സ്ഥലമാണ് വിറ്റ് അതിൽ സ്വകാര്യ പാർട്ടി കൊടുത്ത് അവർ പ്രൈവറ്റ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എടുത്ത് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് വഴി പോലാത്തൊരു വീടെടുത്ത് അങ്ങോട്ട് മാറി. നിങ്ങൾ ആർക്കാണ് ചെയ്യുന്നത്? നിങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. വേണ്ട സമുദായത്തിന് വേണ്ട മുസ്ലിം ലീഗുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കുറേ കോക്കസ് അവർ 10 പൈസ ഉണ്ടാക്കുന്നല്ലാതെ സമുദായത്തിലെ ലീഗിൽ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ഞാനീ പറയട്ടെ, പെണിങ്ങാലും കൊള്ളില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ ശത്രുവല്ല മിത്രമല്ല. ഞാൻ അദ്ദേഹത്തൊന്നും ദൈവമായിട്ട് കാണുന്നില്ല, അതൊന്നും ശത്രുവായിട്ട് കാണുന്നില്ല. പക്ഷേ അദ്ദേഹം ഇവിടെ എത്ര കോടി കൈകാര്യം ചെയ്ത്? HMD ജംഗ്ഷനിൽ കണ്ണായ സ്ഥലം സംഘപരിവാർ കൊടുത്തൽ 2 മന്ത്രിമാരാണെന്നുണ്ടായത്. ഒന്ന് ഇബ്രാഹിം കുഞ്ഞും K. ബാബുവിന് നേട്ടം അവിടെ കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം അറസ്റ്റിന് വോട്ട് കിട്ടി. കുഞ്ഞാലി ഇത് മനസ്സിലാക്കിയിട്ട് ഇബ്രാഹിം കുഞ്ഞിനെ നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ LDF ആക്കി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? പുള്ളി മകനെ നിർത്തി. അപ്പോൾ മകൻ നിർത്തിയ അവസാനം ആ പാർട്ടിയും കളഞ്ഞു, മകനും തോറ്റു, ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ. എന്താ കുഞ്ഞാക്ക നിങ്ങൾക്ക്? നിങ്ങൾ അള്ളാഹുവിലൊരു വിശ്വാസമുണ്ടോ? ഇന്നലെയും നാളെ നമ്മളോട് പോകുമെന്നറിയാവോ? നിങ്ങളത് മനഃശാന്തമായിട്ട് മനഃചിന്തിക്ക്, നാം ചെയ്ത് ശരിയാണോ? നിങ്ങൾ സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കുക. ഞാൻ ഈ രാഷ്ട്രീയം പറഞ്ഞ് നിൽക്കുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ, കാരണം ഇന്നാൾ ഡൽഹിയിൽ ഒരു ഓഫീസ് വേണ്ടി കോടികൾ പിരിച്ചിട്ടേ എവിടെയത്? സാധാരണ അത് പണിയെല്ലാം കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് ഇതങ്ങോട്ട് തറക്കലിടുന്നതിനാണ് അത്രമാത്രം പിരിവുണ്ടാക്കി ഇതടുത്ത്. ഇപ്പോൾ ഓഫീസ് ഡൽഹിയിലുണ്ടോ എനിക്കറിയില്ലത്. നിങ്ങൾ എന്ത് ഈ 100 വർഷം നിങ്ങൾക്ക് കിട്ടിയില്ലേ മുസ്ലിം ലീഗ് സമുദായത്തിന്, മുസ്ലിം ലീഗിന്? എന്നിട്ട് നിങ്ങൾ എവിടെ എത്തി ഇന്ത്യയിൽ? പറയുമ്പോൾ എന്നോട് ദേഷ്യപ്പെട്ടുകാരില്ല. സമുദായത്തിൻ്റെ പാവപ്പെട്ട ആൾക്കാർ കുത്തി എന്നോട് പലവാൻ ചോദിക്കാണ്. നിങ്ങളിതൊക്കെ പ്രസംഗിക്കുന്നുണ്ട്, വലിയ ആളൊക്കെ ആണല്ലോ, എന്താണ് ഈ സമുദായത്തെ ലീഗിൽ നിന്ന് കിട്ടുന്നത്, ലീഗ് നേതാക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവുണ്ടോ? ഉത്തരവുണ്ടി ഞാൻ പറയാം, ഇതുപോലെ പറയാം. അല്ല, എനിക്ക് ലീഗിനെ കുറ്റപ്പെടുന്ന ഒരു ആവശ്യമില്ല. കാരണം ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ന്യൂനപക്ഷം മാത്രമല്ല, ന്യൂനപക്ഷം പിന്നോക്കം കൂടിയാണ്. ഒരു ന്യൂനപക്ഷ പാർട്ടി, ഒരു പാർട്ടിയെ കുറിച്ച് നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ ചെയ്യുന്നത് ന്യായമാണോ? പാർട്ടി എവിടെ എത്തി? ഇന്ത്യയിൽ ഞാൻ എറണാകുളം ജില്ലയിൽ കോൺഗ്രസ് ഒപ്പം ഒരു പിടി മുന്നിലെത്ത പാർട്ടി ഇന്ന് അവസ്ഥ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഒരു ലീഗ് നേതാവായിട്ട് ഒരു 1.5 മണിക്കൂർ സംസാരിച്ചു. അപ്പോഴേക്കും ഈ പരിപാടി ഒന്ന് നിർത്തിപ്പോയതാണ്. എവിടെ എത്തി? ഇന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അറിയപ്പെടുന്ന പ്രസിഡന്റ് ഉണ്ടോ? അബു കിബിർ സാഹിബുണ്ട്, പുള്ളി സുഖമില്ലാതെ, പുള്ളി രംഗത്തില്ല. ഇബ്രാഹിം സാഹിബ് കിടപ്പിലായി. പാർട്ടി ഇവിടെ എത്തി. ഒരു ഓഫീസ് ഉണ്ടാക്കാൻ പറ്റുമോ? എത്ര കോടികൾ കൈകാര്യം ചെയ്ത്? ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു, അത് 4-5 കെട്ടും. ഇപ്പോൾ CAT കണ്ടുപിടിക്കുക. CAT ഓഫീസ് ഷേണായി റോഡിൽ, ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ പോയ തൊഴിലാളികളുടെ മീറ്റിംഗ് പോയപ്പോൾ ഞാൻ അത് ഷേണായി റോഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ആസാർ റോഡിൽ 10-12 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചത് 5 കെട്ടം പണിക്ക് കഴിഞ്ഞു. നിങ്ങൾക്കുള്ള STU സ്വന്തം സംഘടനയിൽ ഒരു ബോർഡ് വയ്ക്കാൻ സാധിക്കും നിങ്ങൾക്ക്. ആ കൂടി മുസ്ലിം ലീഗിൻ്റെ ഒരു ഇരുട്ടുമുറി ഉണ്ട്, അവിടെ കൂടെ എല്ലാത്തിനും പേര് ഉപയോഗിക്കുക. അതുപോലെ ഞാൻ അറിയാറേ അതിങ്ങനെ കിട്ടിയതെന്ന് എനിക്കറിയാം, അത് ഞാൻ പറയുന്നില്ല. കാര്യം വലിയ അഴിമതി ഇവിടെ പലരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൊച്ചഴിമതി ഞാൻ പറയുന്നില്ല. ഇതൊന്നും അല്ല സാർ ശരി. നിങ്ങൾ അപ്പോൾ വക്കഫിലൊക്കെ ഇടപെടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ആപത്താണ്, നിങ്ങൾക്ക് എൻ്റെ ആപത്താണ്. മരിച്ചു കഴിഞ്ഞാൽ കബറിൽ കിടക്കാൻ പറ്റില്ല, അത് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വൈകിയ വെളിപ്പാണ് ഒക്കെ സംബന്ധമായിട്ട് സഭയും ഈ SNDPയും സംഘപരിവാറും ക്രിസ്തങ്കിയൊക്കെ ചെയ്യുന്നത് യാതൊരു തത്വദീക്ഷയില്ല, രീതിയില്ല. അവർക്ക് പാർട്ടി വളർത്താൻ വേണ്ടി മാത്രം നുണയിൽ നിന്ന് തന്നെ തുടങ്ങി നുണയിൽ അവസാനിക്കുകയാണ്.
നിങ്ങൾ പറയുന്നത് നല്ല ഒക്കഫ് നീയും ഒക്കഫ് രീതി. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമില്ലേ ഒക്കഫിൻ്റെ പണി എന്താ വെച്ചാൽ ഇങ്ങനെ ഒക്കഫ് ചെയ്ത വസ്തു സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവർക്കല്ലാതെ അവിടെ ശരിയത്ത് നിയമത്തിൽ മാറ്റം വരുത്താൻ അവർക്ക് അധികാരമൊന്നുമില്ല. എന്നിട്ട് ഇപ്പോൾ പുതിയ ഓർഡർ ഇട്ടേക്കുന്ന മെസ്സേജ് കൊടുത്ത് പള്ളിയിൽ പ്രസംഗിക്കണമെങ്കിൽ ഞങ്ങളെ കാണിച്ച് ബോധ്യപ്പെടുത്തണം. അതൊക്കെ നല്ല നമ്മൾ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല. അത് ഒരു കാര്യം പറയാം, എല്ലാവരെയും കുറേ കാലത്തേക്കും കുറേ പേരെ എല്ലാ കാലത്തെയും പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യാമെങ്കിലും എല്ലാവരും എല്ലാ കാലത്തെയും പറ്റിക്കാൻ പറ്റില്ല ബോധ്യം ക്രിസംഖ്യയായാലും സംഖ്യയായാലും മുസംഖ്യയായാലും CPM ആണെങ്കിലും ലീഗ് ആണെങ്കിലും കുഞ്ഞാക്കായാലും താങ്കളാണെങ്കിലും കണക്കാക്കണം. ഇരിക്കേണ്ട അടുത്ത് ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടികേറി ഇരിക്കും. നിങ്ങൾ ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാവൂ. അതായത് ഇരിക്കേണ്ട അടുത്ത് ഇരിക്കാത്തത് തന്നെ തെറ്റാണ്. ഇരിക്കാൻ പാടില്ലാത്ത പോയി ഇരിക്കുന്നു. രണ്ട് വിഷയമാണ്. അത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കാത്ത പോലെ തന്നെയാണ് ഇരിക്കാൻ പാടില്ലാത്ത പോയി ഇരിക്കുന്നു. അതിന് ഒരു വാക്കുകൂടി പറഞ്ഞേക്കാം. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ചെടുത്ത് പോകാതിരിക്കുന്ന പോലെ തന്നെ തെറ്റാണ് ക്ഷണിക്കാത്തടുത്ത് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ 10 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കുക, നമ്മൾ 10 പേര് വിളിച്ചു, നമ്മൾ 5-10 ആളും കൂടി ക്ഷണിക്കാൻ ചെന്നെങ്കിൽ അവിടെ അണക്കടല്ലേ? തെറ്റല്ലേ? അതാണ് ക്ഷണിക്കാത്തടുത്ത് പോകാൻ പാടില്ല. ക്ഷണിച്ച് പോയില്ലല്ലോ, നമ്മൾ 10 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി, നമ്മൾ പോയില്ലെങ്കിൽ അത് വേസ്റ്റായി പോയില്ലേ? അതുകൊണ്ടാണ് ഇതൊക്കെ വലിയ ഫിലോസഫിയാണ് സാറ് പറയുന്നത്. മുഹമ്മദ് നബി ആയതുകൊണ്ട് നിങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ലെങ്കിലും വലിയ ഫിലോസഫിയാണ്. അത് ബിഗ്ഗസ്റ്റ് ഫിലോസഫി ഇൻ ദ വേൾഡ്. എന്താണത്? ക്ഷണിക്കാത്തടുത്ത് പോകുന്ന പോലെ തന്നെ തെറ്റാണ് ക്ഷണിച്ചെടുത്ത് പോകാതിരിക്കലും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്താൻ നിങ്ങൾക്ക് ഒരാഴ്ച ജയിക്കും.